വന്നത് മുതൽ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ എന്ന ദുആ ചെയ്യാൻ സഹാബത്തിനോട് പറഞ്ഞത് 2 മാസങ്ങളിലെ പ്രത്യേകമായ ബറക്കത്തിനെ ചോദിക്കാൻ പറഞ്ഞു. ചോദിക്കാൻ പറഞ്ഞ സമയങ്ങളിൽ അത് ചോദിക്കുമ്പോൾ അല്ലാഹു തരും. പരിശുദ്ധ ശഅബാനിലെ ബറക്കത്ത് ഇനി ഏകദേശം പകുതിയോളമാണ് നമുക്ക് നേടിയെടുക്കാനുള്ളത്. കണ്ണീരോടെ ദുആ ചെയ്താൽ മാത്രം മതിയാകാതെ ബറക്കത്തിനു വേണ്ടി ഒരുപാട് അമലുകൾ, കാരുണ്യ പ്രവർത്തനങ്ങൾ, മാനസികമായി അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തണം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ശഅബാൻ 15ന്റെ ദിവസം. സഹോദരിമാരെ, കളിച്ചിരിയും തമാശകളുമായി അതിന്റെ പകലും രാവും നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. വളരെയേറെ പ്രതിഫലമുള്ള ശഅബാനിന്റെ ബറാത്തിന്റെ നോമ്പ്, അല്ലാഹുവിന്റെ മാലാഖമാർ ഇറങ്ങി വരുന്ന പവിത്രമായ രാവ്, രാത്രികാലത്തെ ആരാധന കണ്ട് ഇബാദത്ത് കണ്ട് നിഷ്കളങ്കമായ മനസ്സുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ അല്ലാഹുവിന്റെ തീരുമാനം വരുന്ന രാവ്. ഒരു സമയവും നഷ്ടപ്പെടുത്തല്ലേ. ശഅബാനിന്റെ 14ാം രാവ് 15ാം രാവൊക്കെ റോഡുകളിൽ പാതിരാ സമയത്ത് കറങ്ങി നടന്നിട്ട് നഷ്ടപ്പെടുത്താറ്. വീടുകളിൽ വട്ടം കൂടിയിരുന്ന് ക്രിക്കറ്റും സിനിമയും ചരിഞ്ഞും മറിഞ്ഞും കിടന്ന് യൂട്യൂബും കണ്ട് സമയം നഷ്ടപ്പെടുത്താറ്. അല്ലാഹുവേ, കാത്തുകാത്തിരുന്ന് വിശ്വാസികളുടെ മനസ്സുകൾക്ക് കുളിരേകിയിട്ട് വന്ന പവിത്രമായ റമളാനിനെ 2 കൈയും നീട്ടി സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ ഈ പരിശുദ്ധ ബറാത്തിന്റെ രാത്രിയെ അല്ലാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ ധന്യമാക്കണം. അസ്ർ നമസ്കാരം കഴിയുമ്പോൾ തന്നെ അല്ലാഹുവിനോട് പൊരുത്തത്തോടെ ദുആ ചെയ്യണം. മഗ്‌രിബ് കഴിയുമ്പോ ഇഫ്താറോടുകൂടി നോമ്പ് തുറക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട കുടുംബത്തെ, ബന്ധുമിത്രാദികളൊക്കെ വിളിച്ചു ചേർത്ത് വെച്ചിട്ട് അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം. ആ സമയത്തെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹുവിന്റെ മുന്നിൽ ഇജാബത്തുണ്ട്. എത്രയെത്ര വിഷമങ്ങൾ നമുക്ക് പറയാനുണ്ട്, എന്തൊക്കെ ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്, എത്രയോ പ്രയാസങ്ങൾ നമ്മൾ പലരും അനുഭവിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിന്റെ അകത്തളങ്ങളിൽ കണ്ണുനീര് തളം കെട്ടിക്കിടക്കുന്ന കുടുംബങ്ങൾ, ക്യാൻസർ പോലെ മാരക രോഗങ്ങൾ ബാധിച്ച് തകർന്ന മനസ്സുമായി കഴിയുന്നവർ, അല്ലാഹുവേ, അവർക്കൊക്കെ സമാധാനം കൊടുക്കാൻ വേണ്ടി ദുആ ചെയ്യുന്നതിനോടൊപ്പം നോമ്പ് തുറക്കുന്നതിന് തൊട്ട് മുമ്പ് ദിക്റൊക്കെ ചൊല്ലി സ്വലാത്തൊക്കെ ചൊല്ലി കരഞ്ഞുകൊണ്ട് പടച്ചവനോട് റഹ്മാനായ റബ്ബേ, മാരക രോഗത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന് കുടുംബസമേതം കണ്ണുനീരോടെ അല്ലാഹുവിലേക്ക് ദുആ ചെയ്യാൻ മറക്കരുത്. അതുപോലെ അല്ലാഹുവിലേക്ക് യാസീൻ ഓതിയിട്ട് ഹദിയ ചെയ്യണം. മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയിട്ട് യാസീൻ ഓതി ഹദിയ ചെയ്യണം. നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ, നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവർ ഖബറിന്റെ അകത്ത് കഴിയുന്നവരാണ്. അവർക്ക് വേണ്ടി യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യണം. നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധിയും ബറക്കത്തും ഉണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യണം. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിന്റെ സമയങ്ങളിൽ ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാവാൻ, ആയുസ്സിൽ ബറക്കത്തുണ്ടാവാൻ, മക്കൾക്ക് ബറക്കത്തുണ്ടാവാൻ, സമ്പത്തിൽ ബറക്കത്തുണ്ടാവാൻ മുത്തുനബി പറഞ്ഞു, ബാരിക് ലനാ ഫീ ശഅബാൻ. ആ ബറക്കത്ത് മുഴുവനും ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരുമിച്ചിരുന്ന് കരഞ്ഞു ദുആ ചെയ്ത് നേടിയെടുക്കണം. അതിനുവേണ്ടി വൃത്തിയും ശുദ്ധിയുമുള്ള ഒരു ജീവിതവും നയിക്കണം. എന്നിട്ട് അല്ലാഹുവേ, ദീർഘായുസ്സിന് വേണ്ടിയിട്ട് യാസീൻ ഓതി ഹദിയ ചെയ്യണം. പടച്ചവനെ, നിന്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാനുള്ള ദീർഘായുസ്, ആരോഗ്യത്തോടെ ഇബാദത്ത് ചെയ്യാനുള്ള ആയുസ്, കഴിഞ്ഞുപോയ സമയത്തൊന്നും മക്കത്തും മദീനത്തും പോകാതെ മുടങ്ങിപ്പോയ ചില സമയങ്ങളുണ്ട്. ആ സമയങ്ങളൊക്കെ ഇനി വരുന്ന അടുത്ത ബറാത്തിന് മുമ്പുള്ള അടുത്ത ഒരു വർഷക്കാലം മക്കയും മദീനയും പോകാൻ, ഒരുപാട് സ്വതക്ക ചെയ്യാൻ, ഒരുപാട് സഹായം ചെയ്യാനുള്ള സാമ്പത്തികം ഞങ്ങൾക്ക് തരണേ റബ്ബേ. അതൊക്കെ അല്ലാഹുവിനോട് കരഞ്ഞു കരഞ്ഞു ദുആ ചെയ്യണം. അതിലുപരി അസ്മാഉൽ ഹുസ്ന, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയുമല്ലോ, യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീമു യാ മലികു യാ ഖുദ്ദൂസ് എന്ന് തുടങ്ങുന്ന അസ്മാഉൽ ഹുസ്ന നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ബറാത്തിന്റെ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് അസ്ർ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ മറ്റു കാര്യങ്ങൾക്ക് നിൽക്കാതെ ഓതലും ദിക്റും ദുആയുമായി മഗ്‌രിബിന്റെ സമയം വരെ കഴിച്ചു കൂട്ടണം. ഇനി ഒരു ശഅബാനും ഇനി ഒരു റമളാനും ചിലപ്പോൾ അല്ലാഹു തന്നില്ലെങ്കിലോ, ഇത് വളരെ വിലപ്പെട്ട ദിവസമാണെന്ന് ഹദീസുകളിലൂടെ മുത്ത് റസൂൽ
റസൂൽ പറയുമ്പോ അതിനെ ഉപയോഗപ്പെടുത്തണം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അള്ളാന്റെ ഹബീബ് എന്തെങ്കിലും ഗുണമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗുണം നമ്മൾ പരിപൂർണമായും സ്വീകരിക്കണം. ഈ ശഅബാൻ മാസത്തിന്റെ ബറാത്തിന്റെ രാവിലെ അസ്മാഉൽ ഹുസ്ന നിങ്ങൾക്കറിയുമല്ലോ. അത് കാണാതെ അറിയില്ലെങ്കിൽ അസ്മാഉൽ ഹുസ്ന മൗലിദ് കിതാബിന്റെ ഒരു ഭാഗത്തുണ്ട്. നിങ്ങളുടെ വീടുകളിൽ 10 വകയേട്, 15 വകയേട്, 20 വകയേട്, അതെല്ലാം നിങ്ങൾ വീടിന്റെ അകത്ത് കെട്ടി പൂട്ടി ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊന്ന് അടർത്തിയെടുത്തിട്ട് അസ്മാഉൽ ഹുസ്ന നോക്കിയിട്ട് ഓതി പ്രിയപ്പെട്ട മക്കളെ കൊണ്ട് ചൊല്ലിപ്പിച്ച് ഉപ്പയും ഉമ്മയും ഇങ്ങനെ യാ അല്ലാഹു, മക്കളും പറയട്ടെ യാ അല്ലാഹു, യാ റഹ്മാൻ യാ അല്ലാഹ്, മക്കളും പറയട്ടെ യാ റഹ്മാൻ യാ അല്ലാഹ്, യാ റഹീം യാ അല്ലാഹ്. ഒരാൾ നോക്കിയിട്ട് ചൊല്ലിക്കൊടുക്കുക, ബാക്കിയുള്ളവർ കേട്ടു ചൊല്ലട്ടെ. എന്നിട്ട് അല്ലാഹുവേ കണ്ണുനീരോടെ ബറാത്തിന്റെ നോമ്പിന്റെ അന്ന് കാരയ്ക്ക കൊണ്ട് നോമ്പ് തുറക്കുന്നതിന് മുമ്പ് കണ്ണുനീരോടെ ഒരു ദുആ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മറക്കരുത്.